ഗ്രഹങ്ങളുടെ ദേവത. ഗ്രഹങ്ങളുടെ ദേവത എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇവിടെ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളെ മാത്രമേ കാണുന്നുള്ളൂ. വേറെ ആ ഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഗ്രഹങ്ങളെ നമ്മൾ അവയുടെ പ്രസൻസും കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ വിലയിരുത്തുന്നത്. പക്ഷേ എങ്കിലും ഈ ഓരോ ഗ്രഹത്തിൻ്റെയും പിറകിൽ, അല്ലെങ്കിൽ ഈ ഓരോ ഗ്രഹത്തിൻ്റെയും പിറകിൽ എന്തുണ്ട്? ഒരു ദേവതാ ചൈതന്യം, ഒരു ഈശ്വര ചൈതന്യമുണ്ട്. അത് ഏത് ഈശ്വര ചൈതന്യമാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ വിഗ്രഹമുണ്ട്. ആ വിഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? കല്ലുകൊണ്ടോ അല്ലെങ്കിൽ പല രീതിയിലുള്ള രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന എന്താണ്? വിഗ്രഹങ്ങളാണ്. വിശേഷാൽ ഗ്രഹിക്കേണ്ടതാണ് വിഗ്രഹം, അല്ലേ? അത് വെറും ഒരു വിഗ്രഹമല്ല, ഒരു ചുമ്മാ ഒരു എന്താ ഒരു സ്റ്റാച്യു അല്ല അത്. പിന്നെന്തോ അതിൻ്റെ പുറകിലൊരു ദേവതാ തത്വമുണ്ട്. അതാണ് അവൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പം നമ്മൾ ഗ്രഹങ്ങളെ കാണുന്നെങ്കിലും എന്താണ്? ആ ഗ്രഹം മാത്രമല്ല, അവിടെ ഒരു ദേവതാ ചൈതന്യം കുടികൊള്ളുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അങ്ങനെ നോക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ദേവതയുണ്ട്. അത് ഏതാണെന്ന് മനസ്സിലാക്കണം നമുക്ക്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു ഗ്രഹം ഗ്രഹനിലയിൽ നമുക്ക് അനുകൂലമല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് ആ ദേവത. അപ്പോൾ ആ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ആ ഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് ആ ഗ്രഹത്തിൻ്റെ ദേവതയെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രീതിപ്പെടുത്തിയാണ് ആ ഗ്രഹത്തിൻ്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ ശനിദശ കാലമാണെന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യും? അതെ, അയ്യപ്പൻ അല്ലെങ്കിൽ ശാസ്താവ് അല്ലെങ്കിൽ മഹാദേവൻ, ഈ പറഞ്ഞ രണ്ടുപേരെ ആയിരിക്കും നമുക്കവിടെ പ്രീതിപ്പെടുത്തേണ്ടത്. കാര്യം ശനി എന്ന് പറയുന്നത് ആയുസ് കാരകൻ കൂടിയാണ്. നമ്മൾ പഠിച്ചു ഗ്രഹങ്ങളുടെ കാരകത്വം. അപ്പോൾ ആയുസിൻ്റെയും കൂടെ കാരകത്വം വരുന്നത് കൊണ്ട് അവിടെ മഹാദേവനും വരുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ ഓരോ ഗ്രഹത്തിനുമുണ്ട്. അത് നമ്മൾ ഗ്രഹനില നോക്കി ഏത് ഗ്രഹത്തിനാണോ പുഷ്ടി കുറവ് അല്ലെങ്കിൽ ബലക്കുറവ് അല്ലെങ്കിൽ നമുക്ക് അനുകൂലമല്ലാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ദശാകാലമാണോ അതൊക്കെ നോക്കുമ്പോൾ, അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ആ ഒരു ലൈഫിൽ നല്ലൊരു ഗുഡ് ലക്ക് അല്ലെങ്കിൽ നല്ല ഒരു മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഗ്രഹങ്ങളുടെ ദേവതയെ നമ്മൾ ഉപാസിക്കണം. അതാണ് അതിൻ്റെ പോയിന്റ്. അപ്പോൾ അതേതൊക്കെയാണ് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ നോക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ഗ്രഹങ്ങളും നോക്കാം. ആദ്യം സൂര്യൻ്റെ കാരകത്വം എന്താണ് നമ്മൾ പഠിച്ചത്? ആത്മകാരകൻ എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലേ? ആത്മാവിൻ്റെ കാരകത്വം അല്ലെങ്കിൽ പ്രശസ്തിയുടെ കാരകത്വം, ഇതെല്ലാമാണ് എന്ത്? സൂര്യനാണ് അതിൻ്റെ കാരകത്വം എന്നുള്ളത്. അപ്പം അതിൻ്റെ ദേവത എന്ന് പറയുന്നത് മഹാദേവനാണ്. പിന്നെ അടുത്തത് ചന്ദ്രൻ എന്താണ് നമ്മൾ പഠിച്ചത്? മനസ്സിൻ്റെ കാരകനാണ്. മനസ്സിൻ്റെ കാരകൻ, മാതൃകാരകൻ, അങ്ങനെ പലതും ഉണ്ട്. നമ്മൾ 2-3 കാരകത്വങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ അല്ലെങ്കിൽ റെഫർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അനേക കാരകത്വങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ഒറ്റയടിക്ക് എല്ലാം ഓർക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാരകത്വങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, ചന്ദ്രൻ്റെ കാരകത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ദേവത എന്ന് പറയുന്നത് ഏതാണ്? ദുർഗാദേവിയാകാം, മഹാകാളി ആകാം. ഇതാണ്. ഇപ്പോൾ ചന്ദ്രദശയാണ് നമുക്ക്, അല്ലെങ്കിൽ ചന്ദ്രൻ ആ ഗ്രഹനിലയിൽ നീചസ്ഥനായിട്ട് നിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഒട്ടും ബലമില്ല ചന്ദ്രന്, അല്ലെങ്കിൽ നീചസ്ഥനാകാൻ പോകുന്നതിൻ്റെ തൊട്ടടുത്തുള്ള രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റും? ചന്ദ്രദശയിലെ ആ ജാതകന് വളരെ കഷ്ടപ്പാടായിരിക്കും. മനസ്സിന് ഭയങ്കര ബുദ്ധിമുട്ട്, പെട്ടെന്ന് മനസ്സിൻ്റെ ബലം നഷ്ടപ്പെടുക, അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും സംഭവിക്കാം. അപ്പോൾ ഉപാസിക്കേണ്ട ദേവതയാണ് ഏത്? ദുർഗാദേവി, മഹാകാളി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരുടെയാണ് നമുക്ക് ഗ്രഹനില എടുത്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഓരോ ഗ്രഹനില എടുത്ത് നോക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏത് ദേവതയ്ക്ക് അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിനാണോ പ്രശ്നമുള്ളത് അല്ലെങ്കിൽ ബലക്കുറവ്,
അതിൻ്റെ ദശാകാലം വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഇത് ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു 50% 60% വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു ജീവിതത്തിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മറികടക്കാൻ സാധിക്കും. 100% ഒരിക്കലും പറ്റത്തില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ ദശാകാലങ്ങളും ഓരോ കാര്യങ്ങളും നമ്മൾ അനുഭവിക്കാൻ കാരണം എന്താണ്, നമ്മുടെ കർമ്മഫലമാണ്. നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഓരോ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ജന്മത്തിലോ അല്ല അതിൻ്റെ മുൻപിലുള്ള ജന്മത്തിലോ നമ്മളെന്തോ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കടം വീട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പാപഭാരം പേറിക്കൊണ്ടാണ് നമ്മൾ ഇപ്പം ജനിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ. പക്ഷേ എങ്കിലും ദേവിയുടെ കൃപ കൊണ്ടോ അല്ലെങ്കിൽ ദേവതകളുടെ കൃപ കൊണ്ടോ നമുക്കത് ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും. മാറ്റുകയല്ല ചെയ്യുന്നത്, പിന്നെ എന്ത് ചെയ്യുന്നു, ഓക്കെ ഈ പ്രാവശ്യം നീ ഇത്ര അനുഭവിച്ചാൽ മതി, ഇനിയൊരു ജന്മം ജനിക്കുമ്പോൾ നീ ബാക്കി അനുഭവിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് ഈശ്വരൻ അനുഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അപ്പം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുമല്ല അവിടെ ചെയ്യുന്നത്. നമുക്ക് അടുത്ത ജന്മത്തിലും അത് കുറച്ച് അനുഭവിക്കണം, അല്ലെങ്കിൽ നമ്മളെ കുറച്ച് കഷ്ടപ്പെടണം. കഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പാപത്തിൻ്റെ ഒരു അല്ലെങ്കിൽ നമ്മൾ മോശമായിട്ടുള്ള കർമ്മ ചെയ്തതിൻ്റെ ഒരു പാപം തീരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ശബരിമലയ്ക്ക് പോകുമ്പോഴത്തേക്കും ആൾക്കാർ എന്താ ചെയ്യുന്നത്, ചെരുപ്പൊന്നും ഇടാതെ വളരെ ലളിതമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് അവൻ്റെ ലക്ഷറിയസ് ആയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ മാറ്റിവെച്ച് ശരീരത്തെയും മനസ്സിനെയും കുറച്ച് പീഡിപ്പിച്ച്, അതാണ് അതിൻ്റെ കാര്യം. ചെരുപ്പില്ലാതെ നടക്കുന്നത് കല്ലും മുള്ളും കാലിക്കും മത്തയെന്ന് പറയത്തില്ലേ. അപ്പോൾ അതൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മൾ ചെയ്ത പാപങ്ങൾ തീർക്കുവാണ്. നമ്മൾ നമ്മുടെ ശരീരത്തെ തന്നെ, നമ്മുടെ ആ ഒരു ജീവിതത്തെ തന്നെ ഹോമിച്ചുകൊണ്ട് ത്യാഗം ചെയ്തുകൊണ്ട് നമ്മുടെ പഴയ പാപങ്ങൾ നമ്മൾ തന്നെ തീർക്കുകയാണ്. മനസ്സിലായോ? അപ്പം അതാണ് അവിടെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ചൊവ്വാഗ്രഹത്തിനും ഇതാണ്, മഹാകാളിയാണ്. അതുപോലെ തന്നെ കാർത്തികേയനും ഭജിക്കാം. അതുപോലെ ബുധഗ്രഹത്തിൻ്റെ ദോഷങ്ങളുണ്ടെങ്കിൽ എന്താണ്, ബുധൻ എന്തിൻ്റെ കാരകനാണ്? ബുധൻ എന്ന് പറയുന്നത് വിദ്യാകാരകൻ എന്നാണ് നമ്മൾ പഠിച്ചത്. മെയിനായിട്ട് വിദ്യ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ തരത്തിലുള്ള പഠനങ്ങളും വരാം അതിൻ്റെ അകത്ത്. എല്ലാ തരത്തിലുള്ള പഠനങ്ങൾക്കും വരാം. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്, മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെയാണ് അവിടെ ഭജിക്കേണ്ടതെന്നാണ് പറയുന്നത്. മഹാവിഷ്ണുവിനെ അല്ല, പിന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെയാണ്. ഇപ്പോൾ ശ്രീരാമനെയോ ശ്രീകൃഷ്ണനെയോ നരസിംഹത്തെയോ പരശുരാമനെയോ ഈവൻ കൽക്കിയെപ്പോലും നമുക്ക് ഭജിക്കാം. മഹാവിഷ്ണുവിൻ്റെ ഏത് അവതാരത്തെ വേണമെങ്കിലും നമുക്ക് ഭജിക്കാവുന്നതാണ് ബുധൻ്റെ ദോഷം ഉണ്ടെങ്കിൽ. പിന്നെ അടുത്ത് വ്യാഴഗ്രഹം മോശമായ ഒരു അവസ്ഥയിലാണ് ജാതകത്തിലെങ്കിൽ ഇവിടെ മഹാവിഷ്ണുവിനെ തന്നെയാണ് ശരണം പ്രാപിക്കേണ്ടത്. വ്യാഴം പിന്നെ ശുക്രഗ്രഹത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൂഷ്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബലമില്ലാതെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ നീചത്തിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു ശത്രുഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിലൊക്കെ ശുക്രന് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. ശുക്രന് നമുക്ക് തരാനുള്ള കാര്യങ്ങളൊന്നും തരാനുള്ള ബലമുണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ടു കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വീട്ടിലുള്ള എല്ലാവരുടെയും ജാതകമൊക്കെ എടുത്ത് നോക്കിയിട്ട് ഓക്കെ എൻ്റെ മോന് ശുക്രദശയാണ്, എങ്ങനെയുണ്ട്, ശുക്രൻ നല്ല ബലവാനായിട്ടാണ് നിൽക്കുന്നത്, ഓക്കെ കുഴപ്പമില്ല. പക്ഷേ കൂടെ ഒരു പാപഗ്രഹം അല്ലെങ്കിൽ ഒരു ശത്രുഗ്രഹം കൂടെ നിൽപ്പുണ്ടല്ലോ. ശുക്രൻ ബലവാനാണെങ്കിലും എന്ത് പറ്റും, കുറേ കാര്യങ്ങളൊക്കെ അവന് തടസ്സങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്ത് നമുക്ക് അവനെ ഉപദേശിക്കണം. ഒരു കാര്യം ചെയ്യും, മഹാലക്ഷ്മി പഞ്ചകം അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ മൂലമന്ത്രമോ അല്ലെങ്കിൽ ദുർഗാദേവിയുടെ ഭജനോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങണം. എപ്പോൾ, ആ ദശാകാലം തുടങ്ങുന്നതിന് 6 മാസം മുമ്പെങ്കിലും തുടങ്ങണം. അതാണ് അതിൻ്റെ ഒരു സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. നമ്മൾ ആ സമയത്ത് ചെയ്താൽ പോരാ, അതിനൊരു 6 മാസം മുമ്പ് മുതൽ നമ്മളത് ചെയ്തു തുടങ്ങണം. പിന്നെ അടുത്തത് ശനിദശയിൽ മഹാദേവനാണ് ഏറ്റവും ആദ്യം പറയുന്നത്. കാര്യം ആയുസ് കാരകനും കൂടിയാണ് ശനി, അതാണ് പറയുന്നത്.
ശനി ബാക്കിയുള്ള എല്ലാ കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം ഉണ്ട്. അതൊക്കെ ശാസ്താവും ശിവനും മഹാദേവനും അതിൻ്റെ ഉപാസന അല്ലെങ്കിൽ ഉപാസന എന്ന് പറയുന്നത് താന്ത്രികമായിട്ടുള്ള ഉപാസന അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണക്കാരെന്നുള്ള നിലയ്ക്ക് ഭഗവാനെ എങ്ങനെയൊക്കെ നമുക്ക് പ്രീതിപ്പെടുത്താം, അതിൻ്റെ വ്രതങ്ങളോ അല്ലെങ്കിൽ മന്ത്രങ്ങൾ ജപിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അന്നദാനങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത്. ഇപ്പോൾ ശാസ്താവാണെങ്കിൽ ശബരിമലയ്ക്ക് പോകാം, വ്രതമെടുത്ത് പോകാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശനിദശയിൽ ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, വളരെയധികം ശനിദശയുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും. ഇപ്പോൾ മഹാദേവൻ്റെ വ്രതങ്ങളൊക്കെ ഉണ്ട്, പ്രദോഷ വ്രതം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ആണെങ്കിൽ ഏകാദശി വ്രതം വളരെ പ്രധാനമാണ്. വ്യാഴത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏകാദശി വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വ്രതാനുഷ്ഠാനമാണ് ഏറ്റവും നല്ലത്. പിന്നീട് നമ്മൾ അമ്പലത്തിലൊക്കെ ഇടയ്ക്ക് പോകുമ്പോഴത്തേക്കും മഹാവിഷ്ണുവിനാണെങ്കിൽ കേശാദിപാദം എന്ന് പറയുന്ന ഭഗവാന് മാല, തുളസി മാലയൊക്കെ കൊടുക്കുന്ന രീതികളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്.